Good afternoon, sir. Yes, good afternoon, Naushad. Good afternoon, sir. Yes, good afternoon. Good afternoon, sir. Okay, good afternoon, Ajmira. How are you, sir? Oh, very fine, Shabina. Yes, Shifana, good afternoon. Vijaykumar, good afternoon. സാറേ പനിയായിരുന്നോ? Yes, Lishmi Mohan, good afternoon. കുറെ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. Sir, ഗ്രീഷ്മ, fever. ഏ? Fever ആയിരുന്നോ? ആ, ആർക്ക്? Yes, Naushad. Sir, ഏയ്, ലീവൊന്നും ആയിരുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ വേറെ ആൾക്കാർ കയറി എടുക്കുന്നതാണ്. ഓക്കെ രമ്യ? യെസ്, അവർക്ക് എന്തെങ്കിലും ക്ലാസ് തീരാനുണ്ടെങ്കിലേ അവര് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കും. യെസ് യെസ്, ഓക്കെ 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 ഓക്കെ. സ്റ്റാർട്ട്. അപ്പൊ നമ്മള് എടുത്തുകൊണ്ടിരുന്നത് ഒരു ടെൻസിനെ കുറിച്ചായിരുന്നു. ആ ടെൻസിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് നമ്മള് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു ടെൻസ്. സബ്ജക്ട് പ്ലസ് സീസണിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ഐ എന്ന് പറയുന്ന ആ ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതിന്റെ ബാക്കി നമുക്ക് എടുക്കാം. വേറൊരു കാര്യം പറയട്ടെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ ഹാവും ഐ ഡോണ്ട് ഹാവ്. ഓർമ്മയില്ലേ അനുമോളെ? ഐ ഹാവ്, ഐ ഡോണ്ട് ഹാവ്. ഐ ഹാവ് എനിക്കുണ്ട്. ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ബിഗ് ഹൗസ്, ഐ ഹാവ് എ റൗണ്ട് ഫേസ്, ഐ ഹാവ് ലോങ് ഹെയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ഷാബിന, യെസ്. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാബിന, അതായത് ഐ ഡോണ്ട് ഹാവ് എന്നുള്ളത്. ഓർക്കുന്നുണ്ട്? ഐ ഡോണ്ട് ഹാവ്, ഐ ഡോണ്ട് ഹാവ് ബിഗ് ഹൗസ്, ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി. യെസ്, ഓക്കെ ഓക്കെ. ഇനി അതിന്റെ അകത്ത് വേറൊരു സംഗതിയും കൂടി ബാലൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് അതിൽ പറഞ്ഞിട്ട് കൊടുക്കാം. അത് ഐ ഹാഡ്. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴതില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഹാഡ് ആണ് പറയുന്നത്. ഇല്ല എങ്കിൽ ഐ ഡോണ്ട് ഹാവ്, ഇപ്പോഴും ഉണ്ടെങ്കിൽ ഐ ഹാവ്. പക്ഷെ മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴില്ല എങ്കിൽ എനിക്ക് ഉണ്ടായിരുന്നു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. യെസ്, ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ബിഗ് ഹൗസ്, എനിക്ക് വലിയൊരു വീടുണ്ടായിരുന്നു. I had ഐ a ഹാഡ് ഇനഫ് scooter. മണി, എനിക്ക് ധാരാളം പണം ഉണ്ടായിരുന്നു. ഐ ഹാവ് സോ മെനി ഡ്രീംസ്, എനിക്ക് ധാരാളം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ബെസ്റ്റ് ഫ്രണ്ട്, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ലവർ, എനിക്കൊരു ലവർ ഉണ്ടായിരുന്നു. അപ്പൊ മുമ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ലാത്ത ഒരു 5 കാര്യങ്ങൾ നമ്മൾ നോക്കി നോക്കാം. ഒരു 5 കാര്യങ്ങൾ നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഇപ്പോൾ നമുക്കില്ല. അവിടെ നമ്മൾ ഹാഡ് വെച്ച് പറയണം. ഐ ഹാഡ്. ഐ ഹാഡ് എ ലാപ്ടോപ്പ്, എനിക്കൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ I had a grandmother. യെസ്, പറഞ്ഞോളൂ നൗഷാദ്. നൗഷു, യെസ് നൗഷു, യെസ്. അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴില്ലത്. ആ ഓക്കെ. ഐ ഹാഡ് എ ഗ്രാൻഡ് മദർ. യെസ്, പറയാൻ പറ്റും. ഐ ഹാഡ് എ ഗ്രാൻഡ് മദർ. യെസ്, കറക്റ്റ് ആണ്. യെസ്, മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ ജീവനോടെ ഇല്ല. പിന്നെ അപ്പൊ ഒരു 5 ഐറ്റംസ് നോക്കി വെക്ക്. ഐ ഹാഡ് വെച്ച് പറയാൻ പറ്റുന്ന ഒരു 5 ഐറ്റംസ്. ഐ ഹാഡ് ലോങ് ഹെയർ. യെസ്, അപ്പോ ഇപ്പൊ അതില്ല. ഐ ഹാഡ് എ സ്കൂട്ടർ. ഓക്കെ നൗഷു, കറക്റ്റ് ആണ്. ഐ ഹാഡ് എ സ്കൂട്ടർ, ഐ ഹാഡ് എ ഗ്രാൻഡ് മദർ, കറക്റ്റ് ആണ്. യെസ്, ഐ ഹാഡ് എ പെറ്റ്. ഷാബിന, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ലക്ഷ്മിയിൽ നിന്ന് ആരംഭിക്കും. ലക്ഷ്മി മോഹൻ. ലക്ഷ്മി മോഹൻ, യെസ്. ലക്ഷ്മി മോഹൻ അല്പസമയം കഴിയുമ്പോൾ വരുമെന്ന് വിചാരിക്കാം. രമ്യ പൊന്നു, രമ്യ.
രമ്യ. യെസ്. അപ്പോ രമ്യയും വരുമെന്ന് വിചാരിക്കാം. സാനിഷ സിറോഷ്. സനീഷ സിറോഷ്. Hi, sir. യെസ്, പറഞ്ഞോളൂ സനീഷ. സനീഷയുടെ മുമ്പ് ഉണ്ടായിരുന്ന എന്ന് തോന്നുന്നത് കയ്യിൽ ഇട്ടോട്ടെ, ചേർത്ത് പറഞ്ഞു. അത് സെന്റൻസ് ആയി കറക്റ്റ് ചെയ്യാൻ പറ്റും. I had a lot of friends. I had a lot of friends. Okay. അപ്പൊ ഇപ്പൊ ബാക്കിയുള്ള കേട്ടല്ല, ഫ്രണ്ട്സിന്റെ വേക്കൻസി അവിടെ. ഓക്കെ. I had long hair. I had Long hair. long hair. Okay. Yes. Okay, Damshu. Yes. I had a gold. I had gold ornaments. Okay. I had a lot of money. I had a lot of money. പഠിക്കണ്ട, ഇതൊക്കെ തിരിച്ചു വരും. ഓക്കെ. യെസ്. That's the. ഓക്കെ, ദാറ്റ്സ് ഓൾ. വെരി ഗുഡ്. വെരി ജോലിയൊക്കെ കിട്ടി. മൈൻഡ് സെറ്റിൽ ഉദ്ദേശിച്ചത്. യെസ്. രാംഷു. യെസ്. അപ്പൊ ജോലി കിട്ടി, ഫിനാൻഷ്യലി സൗണ്ട് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. ശൃംഗ പൊന്നു. ശൃംഗ. Makeup set. Okay. Very good. Makeup set. Yes. Sringa. Yes. Hello, sir. Okay, പറയൂ Sringa. Sringakku ഉണ്ടായിരുന്ന ഒരു 5 items പറയും ഇപ്പൊ ഇല്ലാത്തത്. I had a childhood friend. Yes. I had a pet. I had a pet. Okay. I had a small house. Yes, I had a small house. Okay, I had Lakshmi. a cool mind. Yes, I had a cool mind. Oh, very good. I had a healthy body. I had a healthy body. Yes. I had long hair. Yes. That's all. That is I all. had a car. Yes. Sorry. Okay, very good. Okay, Okay, Sringa, very good. Gopika Sunil. Gopika. Sir. Okay, Gopika, Divya to vara. Gopika. Sorry. I had a good schooling. I had a good schooling. Yes. I had a good childhood. I had a good childhood. Okay. I had a good teacher. I had a good teacher. I had a bicycle. I had a bicycle. Very good. I had a beautiful grandfather. Yes. I had a lovely, beautiful grandfather. Yes. That is all. Very good. Gopika, that's a variety of words. Yes. Divya Paul. Yes. Divya Paul കിട്ടുന്നില്ല. Fatima. Hello. I had a reading habit. Okay, Divya Paul. I had a reading habit എന്ന് പറയണം കേട്ടോ. Yes. Okay, Divya പറഞ്ഞോളൂ. I had a phone. I had A phone. a phone. Yes. I had a curly hair. Yes. I Hair had. and I had. Okay. I had pen. I had friends. Okay. I had. Okay, Ramshu. Yes. ഇല്ലാതായിട്ടില്ല, എല്ലാം ഉണ്ട് അല്ലേ? ഇതാണ് 2 സെന്റൻസ് വെറുതെ പറ. I had a garden in front of my house. I had a well in front of my house.
I had a mango tree. Yes, Grishma പറയുന്നു I had a boyfriend. Yes. I had a, we had a, like I had a mango tree in front of our house. Yes. Okay, Divya. Very good, very good. Fatima. Fatima കഴിഞ്ഞാൽ മെഹ്റുന്നീസിലേക്ക് വരാം. ഫാത്തിമ. Yes. ഫാത്തിമ വരും. Yes. മെഹ്റുന്നീസ. മെഹ്റുന്നീസ ധൈര്യമുള്ള ആളായിരുന്നല്ലോ. Yes. Okay, she will also come. Anumol K. Anumol. Okay, okay. I had a great time in school day. Yes. It's a okay. I had a fever. Yes. I had many book collection. I had a very book collection. Yes. I had an idea. Yes. I had a dream last night. Yes. I had a pet. I had a pet. Okay. That's also. Very good, very good. Okay, Mole. Very. Okay. I had a joint family. Yes. Shabina. Very good. Another Shabina. Okay. Yes. Anusha, I will come to you. Yes. Shabina Bardali, Shifara. Okay. I had a small chair. I had a small chair. Oh, right here. I had a, okay. Remember, I had a beautiful life. I had a mini kitchen set. Yes, I had a mini kitchen set. I had a strong hair. I had strong hair. Very good. I Okay, had Sandra. a good college. Yes, I had good college days. Okay. I had a Facebook. Yes, I had Facebook. Okay. I had a storybook. I had a storybook. Okay, now show. Yes. I had a smartwatch. Yes. I had a garden. I had a garden. Okay. Very good. Very good. Okay. Shabina. Very good. Shifana, are you ready? Shifana. Yes. Vijay Kumar. Yes. ഷിഫാനൊക്കെ പറയാൻ പറ്റുമോ? ഒരു 5 ഐറ്റം I had. Yes. Okay, Ramshu. Yes. അപ്പൊ ഷിഫാന വരുമ്പോൾ വിചാരിക്കാം. ഷിഫാന പറയുന്നു I had a garden. കറക്റ്റ് ആണ്. Yes. I had many dreams. Okay. അതൊന്നും കുഴപ്പമില്ല. ഇപ്പോഴും ഡ്രീംസിന് തന്നെ പോകട്ടെ. I had many dreams. Yes. I had a car. Okay. Hello, sir. Yes. Mehulis, I will come to you. Okay. 1 minute. Hello, sir. I had a slim body. Okay. Delicious breakfast Okay. in the morning. Okay. 1 minute. Okay. I will come to you, Mehulis. 1 minute. Okay. Yes. Okay. അപ്പോ ഷിഫാന് കഴിഞ്ഞു. യെസ്, ഐ ഹാഡ് ഗോൺ ടു ഡൽഹി. അപ്പൊ അത് ടെൻസ് കറക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ടെൻസിലോട്ട് വന്നു മാത്രമേ. ഓക്കെ. നമ്മളിവിടെ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് ആണ്. അത് കുഴപ്പമില്ല. സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ. അനു ശാന്തി, ഞാൻ അങ്ങോട്ട് വരാം. മെഹ്റുന്നീസ, ഐ ഹാഡ് വെച്ച് ഒരു 5 വാചകം മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്ക് ഇല്ലാത്തൊരു 5 ഐറ്റംസ് വെച്ചിട്ട് ഒരു വാചകം പറയാനാണ് പറഞ്ഞത്. ഓക്കെ. I had delicious breakfast in the morning. Yes, I had a delicious breakfast. Very good. I had enough time before. Yes. I had a house in Mumbai. Yes. I had beautiful grandfather. No, Yes. Okay. grandfather. Okay. Yes. I had so many friends, school periods. Yes. Okay. Enough. Okay. I Very think good.
Good, very good. Okay. Meruni, sir. Okay. Very clear to പറഞ്ഞു. Okay. Anushanti. Yes, sir. പറഞ്ഞോളൂ. I had a mother-in-law. I had a mother-in-law. Very good. I had a thick Okay, and now, long hair. Okay. Did you correct ആണ്? Yes. I had thick and long hair. Yes. Okay. I had a beautiful garden in front of my house. Yes. Correct. I had a strong and handsome father. Yes. I had a sad memories. I had sad memories. Okay. I had a good childhood. Yes. Good childhood. That's all, sir. Okay. Very good. Okay, I know. Another variety. Thank you, sir. Shahala Fatima. Shahala. Yes. Shahala വരുമ്പോൾ കരുതാം. അജ്മല തസ്നി. Yes. അജ്മലയും വരുമെന്ന് വിചാരിക്കാം. നിത. Yes. Okay. She will also come after some time. Seema Jaro. I had a laptop. I had a laptop. I had a car. Yes. Okay. I had a father-in-law. Yes. Correct. Give me a correct. I had a beautiful garden in front of my house. Yes. I had a mobile phone. Yes. I had a good friends. Yes. അപ്പോൾ കളയണം. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. I had good friends. Okay. I had good friends. ഫ്രണ്ട് എന്ന് പറയണം. Yes. Okay. It's enough, sir. Okay. That's enough. Okay. Seema. Jerome. Okay. Digina. Yes. Digina Bayar. Yes. I had a sweet memories. Okay. Now so correct. Yes. Okay. അപ്പോൾ ഡിഗ്രി ഒരു വിചാരിക്കും. ടിൻഡോ തോമസ്. ടിൻഡുവിന്റെ അടുത്ത് കുറച്ചൊക്കെ എഴുതിയിരുന്നു. യെസ്. ടിൻഡോ തോമസ്. Yes, sir. പറഞ്ഞോളൂ ടിൻഡോ. ഒരു ഹാൻഡ് വെച്ച് 5 സെന്റൻസ് പറയും. I had a small banana plantation. Yes. I had a small banana plantation. Okay. I had a small black beautiful car. Yes. Okay. I had an HP laptop. Yes. I had a laptop. Yes. I had a beautiful dream. Yes. One more. I had a small garden of my own. Okay, very good. Okay, very good. Yes. Daydreamer. Yes, very good. Daydreamer. Yes. Soumya Radish. Okay, these are correct. I had a wonderful childhood memory. Yes. Soumya Radish. Deepa Krishna. Sir, Yes, പറഞ്ഞോളൂ ദീപ. I had a pretty face. Yes, very good. I had enjoyed music. Yes. I had a smartwatch. Yes. I had a small textile shop. Yes. I had a curly hair. Yes. വേണ്ട. I had lovely friend. Yes. I had a painful childhood.
Oh, a painful childhood. Very good. That's also. That's all. Very good, very good. Very memorable childhood. പല ആൾക്കാരും പറഞ്ഞു. പക്ഷെ I had a painful childhood. Okay. ഇനി മുഹമ്മദ്. Yes. Okay. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഹാഡ് വെച്ചുള്ള വാചകങ്ങൾ, അത് സിമ്പിൾ പാസ്റ്റ് ആണ് പറഞ്ഞത്. ഈ ഹാഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് പറയും. നേരത്തെ ടിൻഡു പറഞ്ഞ പോലെ. യെസ്. ഓക്കെ, ഇനി അതാണ് നിൽക്കട്ടെ. ഇനി ഞാൻ അടുത്തൊരു ടെൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് വരെ പറഞ്ഞു. അത് ഏകദേശം ഇപ്പൊ 4 എണ്ണമായി. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറഞ്ഞത് സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബ് പ്ലസ് ഐച്ച്. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പൊ പാസ്റ്റില് തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യം പറയാൻ വേണ്ടി, പാസ്റ്റിൽ ഇപ്പോഴല്ല, പാസ്റ്റിൽ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് അവൾ ഉറങ്ങുകയായിരുന്നു. അത് പിറ്റേ ദിവസം നിങ്ങൾ പറയുമ്പോൾ എങ്ങനെ പറയും? ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തി ഉറങ്ങുകയായിരുന്നു. കേട്ടോ, അത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസിൽ പ്രസന്റില് തുടരുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസിൽ പാസ്റ്റിൽ തുടർന്നുകൊണ്ടിരുന്നത്. യെസ്, അത് എഴുതാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ ചേർക്കുക. പിന്നെ വെർബ്, ആ വെർബിന്റെ കൂടെ ഐച്ച്. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ്, പിന്നെ ഐച്ച്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. ഐ സബ്ജക്റ്റ് വന്നു, വാസ് അല്ലെങ്കിൽ വേർ, ഐ വാസ്. വെർബിന്റെ കൂടെ ഐജി, ഐ വാസ് റീഡിങ് എ ബുക്ക്. ബുക്ക് വായിക്കുകയായിരുന്നു. ഐ വാസ് യൂസിങ് മൊബൈൽ ഫോൺ. ഞാൻ എന്ത് ചെയ്യായിരുന്നു? മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയായിരുന്നു. ഐ വാസ് കെയറിങ് യു. ഞാൻ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ശ്രദ്ധിക്കുകയായിരുന്നു. യെസ്, ഐ വാസ് വാച്ചിങ് ദ ഫിലിം. ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, കറക്റ്റ് ആണ്, ഐ വാസ് പ്ലേയിങ് ഫുട്ബോൾ. ഇനി നമ്മൾ സബ്ജക്റ്റ് ഇപ്പൊ ദേന്നാന്ന് വിചാരിക്കും. അപ്പൊ എന്ത് വരും? They were reading. They were misunderstanding me. I was waiting for you. Yes. അപ്പൊ സബ്ജക്റ്റ് ഏതാണോ വരുന്നത് ആ വന്നനുസരിച്ച് ഒന്നില്ലെങ്കിൽ വാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കാം. ഐയുടെ കൂടെ വാസ്, ഹീയുടെ കൂടെ വാസ്, ഷീയുടെ കൂടെ വാസ്, സിംഗുലറിന്റെ കൂടെ എല്ലാം വാസ്. ബാക്കിയുള്ള എല്ലാത്തിന്റെ കൂടെ വേർ. യു വേർ, they were, we were, plural. ഓക്കെ, അപ്പൊ അനുമോളെ ഞാനൊരു സംശയം ചോദിക്കുക. അപ്പൊ അനുമോള് പറഞ്ഞു ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസിന് 1-2 എക്സാമ്പിൾ പറഞ്ഞു. അനുമോൾ കെ. I had a dream last night. ഐ ഹാഡ്, ഐ വാസ് വേറല്ലേ? ആ പറഞ്ഞേ. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ഐജി ആണ്. ഒരു സബ്ജക്റ്റ് പറയും, എന്തെങ്കിലും സബ്ജക്റ്റ് പറയും. ഐ തന്നെ പറ. ഓക്കെ, പറഞ്ഞോ. ഐ വാസ് വരും, വേറെ വരും. I was very tired in the last night. I was studying for my examination. Yes. Okay. Very good. ഷാബിന ധൈര്യമുള്ള കുട്ടികൾ. I was looking you. I was looking you. ഇനി വേറെ വരുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു. വേറെ വരുന്ന എല്ലാവരും They were playing. ഓക്കെ, അപ്പൊ ഇത് രണ്ടും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഷാബിനോട് സംശയം ചോദിക്കുകയാണ്. ഷാബിന, ഐ സബ്ജക്റ്റ് ആകുമ്പോ വാസ് വരൂ, വേറെ വരൂ? വാസുണ്ട്. വേറെ വരില്ല? വാസം വേറെ വരും. വരും. ഐ വെയർ വരുമോ? വരൂ. ഐ വാസ് അല്ലേ വരാ? ഐ വാസ് ഒക്കെ
എല്ലാം പറഞ്ഞു ഷാബിന് തന്നെ വാസുന് വേറും വരുമെന്ന് പറഞ്ഞു. പിന്നെ വരൂല്ല എന്ന് പറഞ്ഞു. ഉറപ്പിക്കും, ഏതെങ്കിലും ഒരു ദിവസത്തെ ഉറപ്പിക്കും. അതിയുടെ കൂടെ വാസും വേറും വരും. അല്ല വാസും അല്ല വേറും വരൂല്ലേ? ഇതാണ് ഈ സംശയം. വരും. വരൂല. യെസ്, അതിന്റെ കൂടെ വേറെ വരും കേട്ടോ. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഓക്കെ. ഹി വാസ് പ്രിപ്പയറിംഗ് ഫോർ ഹിസ് ജോബ് ഇന്റർവ്യൂ. ഓക്കെ. അതിന്റെ കൂടെ വേറെ വരും. അത് നോർമലി അതിന്റെ കൂടെ എന്താ വരിക? വാസാ വരുള്ളൂ. പക്ഷെ ചില സ്പെഷ്യൽ കേസുകളിൽ ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ വരും. അപ്പൊ നിങ്ങൾ അത് മിസ്റ്റേക്ക് ആയി വിചാരിക്കേണ്ട, അങ്ങനെ വരാറുണ്ട്. അത് എവിടെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അൺറിയൽ കണ്ടീഷൻ പറയും. അൺറിയൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പറയില്ല. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. അതൊരു ഇമാജിനറി സിറ്റുവേഷനാണ്. നമുക്ക് അങ്ങനെ പറയാം, പക്ഷെ ഒരിക്കലും നടക്കില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഷാബിനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ പറയും. ഓക്കെ, ഡ്രീമാണ്. യെസ്, ഓക്കെ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കൂ? ഷാബിന് ജനിച്ചു, ഞാനും ജനിച്ചു. നിങ്ങളുടെ സ്ഥാനത്ത് ഞാൻ വരില്ല, എന്റെ സ്ഥാനത്ത് നിങ്ങളും വരുന്നില്ല. അപ്പൊ എന്താണത്? അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു അൺറിയൽ കണ്ടീഷനാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇഫ് ഐ വർ ഇൻ യുവർ പ്ലേസ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, ഐ ഗിവ് എ ബ്ലോ, ഞാൻ ഒരു പ്രഹരമാണ് കൊടുത്തേനെ കേട്ടോ. യെസ്, ഇഫ് ഐ വർ ഇൻ യുവർ പ്ലേസ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. ഒരിക്കലും നടക്കാത്ത കേസാണ്. അപ്പൊ എന്ന് പറയും, ഇഫ് ഐ വർ എ ബേർഡ്. ഇഫ് ഐ വാസ് എ ബേർഡ് എന്ന് പറയുന്നത്. അപ്പൊ നടക്കാൻ സാധ്യതയുണ്ട്, അത് പറയാൻ പാടില്ല. ഒരിക്കലും നടക്കാത്ത. അപ്പൊ അങ്ങനെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ എന്ത് കഴിഞ്ഞാൽ ഐ കഴിഞ്ഞ വാസു വരില്ല, വേറെ വരും. അപ്പൊ ആരെങ്കിലും നിങ്ങളോടൊരു ഐ കഴിഞ്ഞിട്ട് വേറെ വെച്ച് വരുമ്പോ സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു അൺറിയൽ കണ്ടീഷനാണ് പറയുന്നത്, അതൊരിക്കലും നടക്കുകയില്ല. യെസ്, ഷിഫാന. യെസ്, ഓക്കെ. ഷിഫാന, ഐ വേറെ വരുന്ന അൺറിയൽ കണ്ടീഷനിലുള്ള വേറെ ഒരു വാചകം പറഞ്ഞു. ഇപ്പൊ ഞാൻ ഒരെണ്ണം പറഞ്ഞു, ഇഫ് ഐ വേർ ഇൻ യുവർ പ്ലേസ്, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. ഇഫ് ഐ വേർ, അങ്ങനെ പറഞ്ഞു കേട്ടോ നൗഷു. If I were a cat. ഇഫ് ഐ വേർ എ കാറ്റ്. യെസ്, പൂച്ചക്കുട്ടി ഇഷ്ടമായിരിക്കും അല്ലെ? അപ്പൊ അത് എന്ത് ചെയ്തു? തന്ത്രപരമായി നീക്കോളി ചെയ്തത്. ഇഫ് ഐ വേർ എ ബേർഡ് എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്തു? കാറ്റ് ഉണ്ടെന്ന് വെച്ചു. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കൈകാര്യം ചെയ്തതാണ്. അതങ്ങനെ മാറിയിട്ട് വേറൊരു രീതി പറഞ്ഞു. അത് സെന്റൻസ് കറക്റ്റ് ആണ്. ഇഫ് ഐ വേർ എ ബട്ടർഫ്ലൈ. ഓക്കെ, വേറെ എന്ത് പറയാൻ പറ്റും? യെസ്, ഓക്കെ. ആർക്കെങ്കിലും പറയാം. ഞാനിത് ഓപ്പൺ ആയിട്ട് വിട്ടേക്കണം. ആർക്കെങ്കിലും പഠിക്കാൻ. ഇഫ് ഐ വേർ അൺറിയൽ ആയിരിക്കണം. If I were a queen. Queen, അല്ലേ? യെസ്, ഇഫ് ഐ വേർ എ ക്വീൻ. യെസ്, ഇഫ് ഐ വേർ ഗോഡ്. യെസ്, If I were a millionaire. യെസ്. ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമാണ്. ഞാൻ നേരത്തെ ഇവിടെ ഷിഫാനോട് ചോദിച്ചപ്പോ ഞാൻ വേറൊന്നും മാറ്റി പറയുമെന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ച കാര്യമാണ്. പറയാനൊന്നും പറ്റില്ല കേട്ടാ ലക്ഷ്മി, അപ്പൊ നടക്കാം. യെസ്, വെറും പെട്രോൾ പമ്പിലെ ജീവനക്കാരായിരുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ ഇത്രയും സ്വത്ത് ഉള്ളൊരു മനുഷ്യനായിട്ട് മാറാമെങ്കിൽ ആർക്ക് മാറാനൊക്കെ പറ്റും. യെസ്, പറയാനൊന്നും പറ്റൊന്നുമില്ല. യെസ്, ഓക്കെ. എങ്കിലും ലക്ഷ്മിയുടെ ഇടമ കൊണ്ട് ഇഫ് ഐ വേറെ മില്ലനായ, ഞാനൊരു കോടിപതിയായിരുന്നെങ്കിൽ എന്ന് പറയുന്നതാണ്. യെസ്, ആർക്കെങ്കിലും ശൃംഗ, ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ. അത് പ്രൈം മിനിസ്റ്ററൊക്കെ ആവാൻ സാധ്യതയൊക്കെ എന്തിനു ആവശ്യവും. യെസ്, ഇഫ് ഐ വേർ
CM, ചീഫ് മിനിസ്റ്റർ, അതൊക്കെ ആവാം, പറയാൻ പറ്റില്ല. കുറച്ചു കാലം കഴിഞ്ഞ് നിങ്ങൾ പഞ്ചായത്തിലോട്ട് വേണമെങ്കിൽ ഇലക്ഷൻ നിന്നു, അവിടെ നിങ്ങൾ ജയിച്ചു, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റായി. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജനസമിതി കണക്കിലെടുത്ത് പിന്നത്തെ പ്രാവശ്യം നിങ്ങൾ നിയമസഭയിലോട്ട് മത്സരിപ്പിച്ചു, നിങ്ങൾ MLA ആയി. 2 or 3 പ്രാവശ്യം കഴിഞ്ഞപ്പോ യെസ് ഓക്കെ ഷാബിന പ്രാവശ്യം കഴിഞ്ഞപ്പോ നിങ്ങൾ മുഖ്യമന്ത്രിയായി. അങ്ങനെ സാധ്യതകളൊക്കെ ഉണ്ട്. യെസ്, എന്തായാലും നമുക്ക് നമ്മുടെ സാധ്യതകൾ അറിയാവുന്ന നമ്മൾ പറയും ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. യെസ് ഓക്കെ, യെസ് ഓക്കെ നൗഷു. യെസ്, അപ്പൊ അത് പിടികിട്ടിയല്ലോ. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഐയുടെ കൂടെ വാസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് വരുന്നത്, ആയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ അൺറിയൽ കണ്ടീഷൻ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് പറയുന്നത് എങ്കിൽ അവിടെ എപ്പോഴും ആയി കഴിഞ്ഞാല് വേറെ ഉപയോഗിക്കണം, ഐ വേർ. അത് നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ ഐ വാസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഐ വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പിന്നെ IH. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് അതിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങളാണ്. ഇതിന്റെ ഈ പാസ്റ്റ് കണ്ടിന്യൂവസിന്റെ നെഗറ്റീവ് വാചകങ്ങൾ. പാസ്റ്റ് കണ്ടിന്യൂവസിന്റെ നെഗറ്റീവ് വാചകങ്ങൾ എന്ന് പറയുമ്പോൾ യെസ്, ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. ഓക്കെ ഓക്കെ. നെഗറ്റീവ് വാചകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ വേണ്ടത് ആ വാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് ഒരു നോട്ടും കൂടി ചേർക്കണം. അപ്പൊ അതെന്തായി? പാസ്റ്റ് കണ്ടിന്യൂവസിന്റെ നെഗറ്റീവ് വാചകങ്ങളായി. If I was not reading the book, you were not listening me, I was not looking you, she was not teaching English, they were not watching television. Yes, അങ്ങനെ വാസനെങ്കിലും വേറെ കഴിഞ്ഞിട്ട് അതിൻ്റെ ING വേണം നൗഷു. വാസനെങ്കിലും വേറെ കഴിഞ്ഞിട്ട് വെർബിന്റെ കൂടെ കൂടി ചേർക്കണം, ഒരു ING കൂടി വേണം, ഒരു ING ഉള്ള വാക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ 1-2 വാചകങ്ങൾ പറഞ്ഞു നോക്കി. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വാസനെങ്കിലും വേറെ കഴിഞ്ഞ് പിന്നെ ഒരു നോട്ടും കൂടി വേണം. യെസ്, I was not traveling, I was not attending the classroom, I was not reading, I was not വാസിന്റെ കൂടെ ING അല്ലേ, വാസ്. I was not reading. യെസ്. അടുത്തത് യെസ്, I was not dancing. കറക്റ്റ് ആണ്, I was not dancing. യെസ്, I was not dancing. ഇനി I was not following bus. Okay, they were not playing cricket. Okay, Sundar, correct. They were not playing cricket. Yes. I was not reading a book. I was not acting. Okay, Ajumala. Yes. I was not holding. അപ്പൊ ഇതിനകത്ത് ഒരു ING വരുന്നൊരു വെർബ് വന്നിട്ടില്ല നൗഷു. Yes, they were not studying. Okay, Fatima. Yes, correct ആണ്. ഞാൻ ഫാത്തിമയൊക്കെ നേരത്തെ വിളിച്ചിരുന്നല്ലോ. Yes. Yes. I was not eating junk food. Okay, Shifana, correct. I was not eating junk food. They were not laughing. Okay, Rashmi, correct. They were not laughing. Yes. Okay, ഞാനെന്തെങ്കിലും past continuous. Yes, I was not in sad mood, not in sad mood. Okay, okay, okay. Yes, anybody? I was not driving car, she was not waiting for me. Okay, Shifana, correct ആണ്. യെസ്. അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വാചകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. യെസ്, എന്നോടൊപ്പം തന്നെ ഐ ഹാഡ് എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഞാനൊരു വിഷയം പറഞ്ഞാൽ ആ വിഷയത്തെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് പറയണം. ആ വിഷയത്തെ കുറിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പോൾ
പറയാൻ തയ്യാറായിട്ട് വരാൻ പറ്റുമോ? അല്ലെങ്കിൽ വരുമ്പോ പറഞ്ഞാൽ മതിയോ വിഷയം? എന്ത് പറയണ്ടേ ഷാബിന്? റെഡി ആയിട്ട് വരാം അല്ലേ? അപ്പൊ എന്ത് വേണം പറയാൻ? അഡ്വാൻസ് ആയിട്ട് വിഷയം പറയണമെന്നാണ് പറയുന്നതാണ്. നോക്കാം. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാൻ വിഷയം പറയാണ്. ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ പോയിന്റുകൾ. ആ ഓക്കെ ഓക്കെ. ഇത് പ്രിപ്പയർ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കരമായ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട. ആ പോയിന്റ് മാത്രം എഴുതി വെക്കാം, മെയിൻ പോയിന്റ്. ബാക്കി നിങ്ങൾ മനസ്സിൽ പ്രിപ്പയർ ചെയ്തില്ല കേട്ടോ. മനസ്സ് അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ആ കഴിവാണ് ഉണ്ടാവേണ്ടത്. യെസ്. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ പ്രിപ്പയർ ചെയ്ത മെയിൻ പോയിന്റ് മാത്രം എഴുതുക. അതിനെ കുറിച്ച് 2 സെന്റൻസ്. അടുത്തൊരു പോയിന്റ് ഇതിനെക്കുറിച്ച് 2 സെന്റൻസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ വിഷയം പറയാം. വിഷയം ഇതാണ്. കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പ്രേംകുമാർ. അതായത് മറ്റേ നമ്മുടെ ഒരു വിവാദത്തിൽപ്പെട്ടിട്ട് മറ്റേ പുള്ളി മാറിക്കഴിഞ്ഞപ്പോ പകരം ചാർജ് വന്നത് പ്രേംകുമാറിന്. അപ്പൊ പ്രേംകുമാർ ഒരു ദിവസം ഒരു പത്രലേഖകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോ ഒരു വാചകം പറഞ്ഞു. സീരിയലുകൾ, വൈകുന്നേരമുള്ള സീരിയലുകൾ ഈസ് ജസ്റ്റ് ലൈക്ക് എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന പുള്ളി പറഞ്ഞു. സീരിയലുകൾ എൻഡോസൾഫാൻ പോലെയാണ് എന്ന് പറഞ്ഞു. എൻഡോസൾഫാൻ എത്രമാത്രം മാരകമാണെന്ന് നമുക്കറിയാം. അതുപോലെയാണ് പുള്ളി പറഞ്ഞത്. ഇത് വലിയ ഒരു വിവാദമായിരുന്നു. അപ്പൊ കുറച്ചു പേര് പറഞ്ഞു അത് കറക്റ്റാണ്. കാരണം അത്രയും പ്രശ്നമുള്ള ഒരു സംഗതിയാണ് സീരിയൽ. അത് കറക്റ്റാണ്, കൃത്യമാണ് പറഞ്ഞത്. അത് യാതൊരുവിധ അപാകതയില്ലാന്ന് പറഞ്ഞു. അതിനവർ ഒരുപാട് കാരണങ്ങൾ പറയും. യെസ്, ആ കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, സീരിയലുകൾ അവസാനിക്കുന്നില്ല. രണ്ടാമത്തെ, ഇത് ഒരുപാട് കുടുംബങ്ങളിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇതിന്റെ സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സീരിയലിലും ഏതാണ്ട് സെയിം ആണ്. മിക്ക സീരിയലുകളും അമ്മായിയമ്മയും മരുമകനും തമ്മിലുള്ള സംഘടനമാണ് നടക്കുന്നത്. യെസ്. അപ്പൊ പല ആളുകളും ഇത് യെസ് ഓക്കെ ഓക്കെ പല ആളുകളും ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്നു. കണ്ടാൽ പോലെ ഇത് ചോദിക്കുന്നു അല്ലേ? അപ്പൊ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ പ്രേംകുമാർ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞ് ഒരു വിഭാഗം. രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവര് പറഞ്ഞത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സീരിയലുകളെ സീരിയലുകളായിട്ട് മാത്രം കണ്ടാൽ മതി, അതിന് ജീവിതത്തിൽ പകർത്താൻ നടക്കണ്ട. യെസ്. അതില് ഓക്കെ ഓക്കെ ഷിബാന. യെസ്, ഞാൻ വിഷയത്തിലോട്ട് വരാം. കണ്ടാൽ മതി. രണ്ടാമത്തെ കേസ്, വൈകുന്നേരമാകുമ്പോൾ വീട്ടിലുള്ള പ്രായമായ ആളുകൾക്ക് പുറത്തു പോകാനൊന്നും പറ്റില്ല. അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ഉണ്ടാവും. അവർക്ക് നേരം കളയാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് സീരിയലുകൾ. ഇപ്പൊ വീട്ടിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് സീരിയലുകൾ വളരെയധികം ഗുണകരമാണ്. അപ്പൊ അതുകൊണ്ട് സീരിയലുകൾ നിരോധിക്കേണ്ടതില്ല. സീരിയലായിട്ട് മാത്രം കണ്ടാൽ മതി. പിന്നൊരു കാര്യം, സീരിയലുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും, ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി, ഗീവ്സ് എംപ്ലോയ്മെന്റ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. ധാരാളം ആളുകൾക്ക് ജോലി കൊടുക്കും. ഗീവ് എംപ്ലോയ്മെന്റ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. അഭിനയിക്കുന്നവർക്ക് മാത്രമല്ല, അഭിനയിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കുന്നവര്, അവരുടെ വാഹനങ്ങൾ എത്തിക്കുന്നവര്, അങ്ങനെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് സീരിയൽ നിരോധിക്കേണ്ടതില്ല. അപ്പൊ ഞാൻ 2 എലിമെന്റും പറഞ്ഞു. യെസ്. അപ്പൊ പ്രേംകുമാറിന്റെ അഭിപ്രായമുണ്ട്. ഇനി നിങ്ങൾ അടുത്ത ആഴ്ച വരുമ്പോൾ പറയേണ്ടത് ഐ എഗ്രി വിത്ത് പ്രേംകുമാർസ് ഒപ്പീനിയൻ. പ്രേംകുമാറിന്റെ ഒപ്പീനിയനുമായിട്ട് ഞാൻ സമ്മതിക്കുന്നു. ബിക്കോസ് കാരണങ്ങൾ പറയാം. യെസ്, എത്ര വേണമെങ്കിലും പറയാം. മോർ ദാൻ 2 നോ പ്രോബ്ലം. എന്തുകൊണ്ടാണ് ഞാൻ പ്രേംകുമാറിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നത് അത് ഇംഗ്ലീഷിൽ പറയാം. 2 നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ ഡിസഗ്രി വിത്ത് പ്രേംകുമാർസ് ഒപ്പീനിയൻ. പ്രേംകുമാറിന്റെ അഭിപ്രായവുമായി ഞാൻ വിയോജിക്കുന്നു. വൈ? അതിന്റെ കാരണങ്ങൾ എന്ന് പറയാം. നമ്മൾ സബ്ജക്ട് വെദർ യു agree or disagree
with the opinion of Prem Kumar with regard to serial. സീരിയലുമായിട്ട് പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ഇതാണ് നമ്മുടെ വിഷയം. ഓക്കെ, ഇത് ഞാൻ ഷാബിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിച്ചേക്കണം. യെസ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ 2-3 പോയിന്റുകൾ പറഞ്ഞാൽ. ഓക്കെ, 2-3 പോയിന്റുകൾ നിങ്ങൾക്ക് 2 വശവും പരിഗണിച്ചിട്ട് ഏതെങ്കിലും ഒരു വശത്ത് നിന്നിട്ട് സംസാരിക്കാം. ഐ അഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഡിസഗ്രി എന്ന് പറയാം. ഞാൻ സമ്മതിക്കുന്നില്ല, ഞാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഓക്കെ, അത് അടുത്ത ആഴ്ച. ഓക്കെ 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 യെസ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നൗഷ സീരിയൽ കാണാറില്ലെന്നാണ് പറഞ്ഞത്. യെസ്, ഷിഫാനയും കാണാറില്ല. യെസ്, ഷാബിനെയും കാണാറില്ല. അപ്പൊ ഷാബിൻ, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ഷാബിന്. യെസ്, ഷാബിനക്ക് സീരിയലിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കും. പെർ ഡേ 15,000 rupees. ഓ ഇല്ല. യെസ്, 15,000 പെർ ഡേ. ഞങ്ങൾക്ക് ഹറാമാണ്. ഓ ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അതുകൊണ്ടാണ് പോകുന്നത് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ 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 യെസ്. അപ്പൊ വിഷയത്തോട്ട് വരാം അല്ലേ? ഞാൻ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ എന്നാണ്. ഇ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് അതിന്റെ ആൻസർ ആരംഭിക്കുന്നത്. അപ്പൊ ഇയിൽ തുടങ്ങുന്ന ആൻസറോട് കൂടിയ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി. യെസ്, ഓക്കെ. നമുക്ക് പോയിന്റ് രേഖപ്പെടുത്താൻ വേണ്ടി വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോ? ആരാണ് പോയിന്റ് ഒക്കെ രേഖപ്പെടുത്താൻ പറ്റിയ ഒരാള്? പെട്ടെന്ന് വരുമ്പോ രേഖപ്പെടുത്തണ്ടേ? ആദ്യത്തെ 3 പേർക്ക് ആരുണ്ടാവും? സ്കോർ രേഖപ്പെടുത്താൻ പറ്റിയ ആള് സോമന്റെ സ്ഥലം ആരാ? പിന്നെ ആരും വരുന്നില്ല അല്ലെ? യെസ്, ഞാൻ തന്നെ പറയാം. നിത, ആർ യു റെഡി? യെസ്, അപ്പൊ നിത രേഖപ്പെടുത്തിക്കോളൂ. ഓക്കെ നിത, അപ്പൊ വേണ്ടത് ഇതാണ്. ആദ്യം ഉത്തരം പറയുന്ന 3 പേര് ഇതിന്റെ അത് നോക്കിയിട്ട് ആ 3 പേർക്ക് 1-1 എന്ന് പറയുന്ന പോയിന്റ് രേഖപ്പെടുത്താം. യെസ്, അപ്പൊ ചോദ്യം ആരംഭിക്കുന്നു. ഓക്കെ നിത, ചോദ്യം ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പീസ് ഓഫ് ജുവലറി worn 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 on the ear ear. Okay. The answer is right. The answer is earrings. Okay. അപ്പോ ഞാൻ ഇത് 3 പേർക്ക് സ്കോർ രേഖപ്പെടുത്തുക. യെസ്, 3 പേർക്ക് ഓരോ ടാലി മാർക്ക് ഇട്ടാൽ മതി. 1-1 ഇട്ടാൽ മതി. ലാസ്റ്റ് നമുക്ക് എണ്ണാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ സൗണ്ട് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. REFLECTED. ഓക്കെ, ഹൈറുന്നീസ കറക്റ്റ് ആയിരുന്നു. ആദ്യം ഹൈറുന്നീസ പേര് വന്നത്. യെസ്, ദാറ്റ് ഈസ് കോൾഡ് എക്കോ. ഓക്കെ ടിൻഡോ, ഓക്കെ ഷീജ, ആൻസർ ഇസ് കറക്റ്റ്. എക്കോ ആണ് അതിന്റെ റിഫ്ലക്ഷൻ. സൗമ്യ, ദീപ, കറക്റ്റ് ആൻസർ എക്കോ. ECHO, സ്പെല്ലിംഗ് നോക്കണ്ട, ECHO. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 3. ECHO. യെസ്, അടുത്തത് a long fish that looks like a snake. Okay, Sringa. Okay. Answer correct ആണ്. EEL. ശൃംഗയാണ് ആദ്യം പറഞ്ഞത്. യെസ്, ഓക്കെ. The fish that looks like a snake, പാമ്പ് പോലെ തോന്നുന്ന ഫിഷ്, that is eel. Yes.
Next question. Question number 4. An imaginary line. An imaginary line around the middle of the earth. Around the middle of the earth. An imaginary line around the middle of the earth. Neither is the correct answer. Neither Shija Sringa. Okay, neither Shija Sringa. Yes. Okay. Answer correct ആണ് equator. ഭൂമധ്യരേഖ നമ്മൾ പറയുന്നില്ലേ, അതാണ് അത്, equator. Yes. An imaginary line that around the middle of the earth. Yes. ഇനി അതിനൊരു മീനിങ് ആണ് പറയുന്നത്. അതിന്റെ ഒരു വൺ വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. മീനിങ് ഇതാണ്: to make people move out where they are living. To make the people move out from where they are living. Enter അല്ല വേറെ സർ. To move out. പാർക്കല്ല. To move out. Eliminated അല്ല, വേറൊരു വാക്ക് ഉണ്ട് അവിടെ. എൻട്രി അല്ല, എക്സിറ്റ് അല്ല, കറക്റ്റ് ആൻസർ ആരും വന്നിട്ടില്ല. To make the people move out from where they are living. WHERE, where they are living. Oh, Ella Sangha, Ajmala Ella, Shija Ella, ഈ വെച്ചിട്ട് വരട്ടെ. ഷിഫാന ശരിയായിട്ടില്ല. ഇതുവരാരും കറക്റ്റ് ആൻസർ വന്നിട്ടില്ല. നിത എമർജൻസി അല്ല, immigrate അല്ല, മെഹ്റനീസ. To move the people from where they are living. Okay, Anumol K, correct answer. Eviction. Yes, okay. Eviction is the correct answer. Okay, Gopika, Anumol, Gopika, Shifana. Anumol, Gopika, Shifana. Okay. Eviction എന്ന് പറയാം, evacuate എന്ന് പറയാം. Yes, evict. കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ മാറ്റുന്നതിനെയാണ് നമ്മൾ eviction എന്ന് പറയാം. Eviction. Yes. Next question. People living in ice. Icy. People living in ice near Arctic coast. COAST coast. People living in ice near Arctic coast. Igloo അല്ല. People അവർ പറയുന്ന പേര്. People living in ice near Arctic coast. ഇതുവരെ ശരി ഉത്തരം വന്നിട്ടില്ല. നിത, ലേറ്റസ്റ്റ് വെയിറ്റ്. ഐപ്രോട്ടേസ് അല്ല ശ്രദ്ധ, ഐപ്രോത് അല്ല, ലൗഷു. യെസ്, ആളുകളെ പറയുന്ന പേര്. യെസ്, എന്റെ ചോദ്യത്തിന്റെ അർത്ഥം മകൾ പിടികിട്ടിയില്ലാന്ന് തോന്നുന്നു അല്ലേ? പീപ്പിൾ ലിവിങ്, ആളുകളുടെ പേര്. എവിടെ? ഇൻ ഐസ്, ഐസിൽ താമസിക്കുന്ന ആളുകൾ. നിയർ ആർട്ടിക് കോസ്റ്റ്, ആർട്ടിക് തീരത്തോട് ചേർന്ന് ഐസിൽ താമസിക്കുന്ന ആളുകളെ പറയുന്ന പേരെന്താണ്? ഓക്കെ, ഷീജ കറക്റ്റ് ആവും. ഷീജ, ടിൻഡോ, ഗോപിക കറക്റ്റ് ആൻസർ ആണ്.
ഷീജ, ടിൻഡോ, ഗോപിക 3 പേര് എസ്കിമോസ്. അവരെ പറയുന്ന പേരെന്താണ്? എസ്കിമോസ്. ഓക്കെ 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 ഓക്കെ. യെസ്, ഈ തുടങ്ങുന്ന വാക്കുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A machine that provides PROVIDES, that provides power for the vehicle, that provides power for the vehicle. Okay, Mehrunisa ആദ്യം പറഞ്ഞു. The answer is engine. ജിൻഡോ പറഞ്ഞിട്ടുണ്ട്. Okay, okay, okay. അജുബിലൊക്കെ കറക്റ്റ് ആൻസർ ആണ്. Yes, yes. Okay, okay, okay. That is called machine. Sorry, engine. Sorry, machine illa. A machine that provides power for vehicle, that is engine. Correct answer. ഇനി ആ അവസ്ഥയിൽ പറയാൻ പോകുന്ന അവസ്ഥയിൽ പറയുന്ന പേര് നിങ്ങൾ പറഞ്ഞാൽ മതി. When the moon comes between sun and earth. When the moon comes between sun and earth, that is called Tindo is the correct answer. eclipse. Correct. Tindo, Sringa, Gopika. Tindo, Sringa and Gopika. Yes. Okay. Mehrun is the correct answer. That is called eclipse. And പറയുന്ന പേരാണ് eclipse. ചന്ദ്രൻ ഭൂമിക്കും അതിനോടൊപ്പം തന്നെ സൂര്യനും ഇടയിൽ വരുന്നത്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു റിസീവ് ആൻ ഇൻകം. ടു റിസീവ് ആൻ ഇൻകം ഫോർ ഡൂയിങ് വർക്ക്. ടു റിസീവ് ആൻ ഇൻകം ഫോർ ഓക്കെ ശൃംഗ ഗോപിക. സാലറി എന്ന് പറയുമ്പോൾ എസ് ആയി പോയിട്ടില്ലോ, ഈയിൽ ആരംഭിക്കണം. ഓക്കെ ഓക്കെ. യെസ്, ശൃംഗയാണ് ആദ്യം പറഞ്ഞത്. ദാറ്റ് ഈസ് കോൾഡ് ഏണിങ്സ്. ഏണിങ്സ്. യെസ്. നെക്സ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിക്കാം. എ ലാർജ് ബേർഡ്, BIRD, ബേർഡ്, എ ലാർജ് ബേർഡ് വിത്ത് സ്ട്രോങ് ഐസൈറ്റ്. ഓക്കെ ഷിഫാന, ടിൻഡോ കറക്റ്റ് ആൻസർ ആണ്. ഈഗിൾ ആണ്. ഈഗിൾ. യെസ്, ഈഗിൾ. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. അടുത്ത 2 ചോദ്യം മാർക്ക് വേണ്ട. അപ്പൊ അതുകൊണ്ട് നിത വേഗത കൂട്ടിയിട്ടുള്ളൂ, ഓരോരുത്തരും മാർക്ക് കൂട്ടിയിട്ടുള്ളൂ. ഞാൻ 2 ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടിയിടാനുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓരോരുത്തരും കൂട്ടിയിട്ടു. അടുത്ത ഒരു ചോദ്യം ഇതാണ്. The study of money is called dash. The study of money. Okay, Mehrunisa, correct answer ആണ്. Economics. Okay, okay, okay. പണത്തെ കുറിച്ച് പഠിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ഇക്കണോമിക്സ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. സിമ്പിൾ ആയ ചോദ്യമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, which is the last question. The question is this. ചോദ്യം ഇതാണ്. Opposite of exit. EXIT. Exitന്റെ opposite. Okay, entry. So correct answer. Yes, correct answer. Very good, very good, very good. അപ്പൊ നിത സ്കോർ വായിക്കും. നിത. ശൃംഗ എത്ര പോയിന്റ് ഉണ്ട്? ശൃംഗക്ക് എത്ര പോയിന്റ് ഉണ്ട്? പറയൂ. ശൃംഗ 8 പോയിന്റ്. അടുത്ത ആളിലൊക്കെ എത്ര പോയിന്റ് ആണെന്ന് പറയും. ശൃംഗ 8, നിത 8, ഗോപിക 8. Okay, Tindo 6, Sheila 6,
Yes. Mehrunisa 5. Yes, Ajmala 4. Shifana 4. Lida 5. Yes, okay. Ini point for Shabina 3. Ini point for him. ഏറ്റവും അടിയിൽ ഓടിക്കാൻ മുള്ളോട്ട് വന്നാൽ മതി. ഏറ്റവും കുറവ് അതിൽ കൂടുതൽ ലാസ്റ്റ് ഫസ്റ്റിൽ വന്ന് അവസാനിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നന്ദി പറഞ്ഞുകൊണ്ട് we will meet in the next class. Okay, bye. Thank you, sir. Okay, welcome. Thank you, sir. Thank you, sir. Okay.